ആരും നമസ്കാരം. കഫ്ലീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് വാഴ 3യുടെ അനൗൺസ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ എന്നാണ് വന്നത് വാഴ 1 ഇറങ്ങി സക്സസ് ആയി, വാഴ 2 ഇറങ്ങി അതിനേക്കാളും സക്സസ് ആയി, വാഴ 3 പക്ഷേ എനിക്ക് വർക്കാവൂ. എനിക്ക് ഒരു ഡൗട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അങ്ങനെ പറയണില്ല എങ്കിൽ പോലും വാഴ 3 ബയോപിക് ഓഫ് മില്യൺ ഗേൾസ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. എത്രത്തോളം വർക്കാവും എന്ന് നമുക്ക് കണ്ടറിയണം. അത് പറയാൻ കാരണം വേറൊന്നുമല്ല, ഈ നമ്മുടെ എങ്ങനെ പറയൂടാ, ഒരു നമ്മുടെ ഈ ജൂണ് അങ്ങനത്തെ സിനിമകളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ. പുള്ളി തന്നെ വിപിൻ ദാസാണ് ഡയറക്ടർ. അപ്പൊ പുള്ളി തന്നെ പറഞ്ഞ ഏതാണ്ട് 90s ആ സമയത്തുള്ള അവിടെ തൊട്ടുള്ള ഗേൾസിന്റെ ഒരു അവരെ ലൈഫിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ ആയിരിക്കും പടം പോണത് എന്നുള്ളൊരു ബ്രീഫ് ഇങ്ങനെ ചുമ്മാ പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ അത് കണക്ക് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ അവര് ഫേസ് ചെയ്യും അതിനുള്ള കാര്യങ്ങളൊക്കെ വരും. ചിലപ്പം ഒരു ക്യാമിയോ പോലെ എന്നുള്ളത് ഹാഷിറിനെയും മറ്റു ഗ്യാങ്ങിനെയൊക്കെ കൊണ്ടുവരാനും സാധ്യത കാണും. ഇതൊക്കെയാണ് ആ പടത്തിൽ. ഇപ്പം പൊതുവെ നെഗറ്റീവ് സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് വരുന്നുണ്ട്, കളിയാക്കിക്കുന്നുണ്ട്. ഇപ്പൊ രേണു സുധിയും അവരൊക്കെയാണ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹെലനോസ് പാട്ട അതെല്ലാരും അടുത്ത വാഴ 3 വരുന്ന പോണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊറേ കളിയാക്കല്. പക്ഷെ നമ്മൾ ആ രീതിക്കല്ല പറയണത്, ഇത് വേറൊരു അങ്ങനെ കാണണ്ട, ഒരു സ്വീകാര്യത എത്രത്തോളം കിട്ടും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. ഈ ഒരു ഇടിച്ചു കയറ്റം നല്ലൊരു കാരണം. ഇപ്പം ഏകദേശം ഒരു സ്റ്റോറിയിലേ വരാൻ പോണത് ഈ നമ്മള് മറ്റേ ജയ ജയ ജയഹേല് അവളുടെ ഒരു കഥ പോലെ പറയും. എപ്പോഴും വീട്ടുകാരൊരു വളർത്തുന്നു, അതുപോലെ തന്നെ ഈ കല്യാണം കഴിക്കാൻ പ്രായമാകുമ്പോഴത്തേക്കും അവരെ എന്താ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ. ചിലര് കല്യാണം കഴിക്കാതിരിക്കാനായിട്ട് വിദേശത്തോട്ട് പോകുന്നവരുണ്ട്. എന്റെ പല ഫ്രണ്ട്സും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആയിരിക്കും ചിലപ്പോ ഇതിനകത്ത് വരാൻ പോകുന്നത്. എന്തായാലും പൊതുവെ എന്താണ് ഈ വാഴ 1നും വാഴ 2നും കിട്ടിയൊരു മാർക്കറ്റ് ഇതിന് കിട്ടുമെന്നുള്ളത് ഡൗട്ടാണ്. പിന്നെ ഒന്ന് കാണാതെ ഇങ്ങനെ എടുക്കൂല. അത് തന്നെ, പുള്ളിക്കൊരു മൈൻഡിൽ ഒരു ഇത് കാണുമല്ലോ. പിന്നെ ചിലപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരാം, അല്ലെങ്കിൽ എന്താണ് നമ്മളെ ഓപ്പോസിറ്റ് ജെൻഡറിന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചിലപ്പോ നമ്മൾ കുറച്ചും കൂടെ പ്രശ്നമൊന്നുമല്ല. ഈ അവരുടെ കോമഡി എത്രത്തോളം വർക്കാവും എന്നുള്ള കാര്യത്തിലാണ്, എത്രത്തോളം എന്റർടൈൻമെന്റ് ഉണ്ടാവും അത്രേ ഉള്ളൂ. അതും കൂടെ നോക്കിയിട്ട് എല്ലാവരും സിനിമ എടുക്കുള്ളൂ, അതുകൊണ്ട് പ്രശ്നമൊന്നും കാണൂല. പിന്നെ വിപിൻ ദാസാണ്, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പുള്ളിക്കായിട്ടുള്ള ഒരു നമുക്ക് പറയാൻ പറ്റില്ല ബോയ്സിന്റെ കഥ മാത്രം എടുത്തോണ്ട് നിൽക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. നമ്മള് പറയുന്നത് ഇത് ഗേൾസിന്റെ കഥ എടുക്കണോണ്ട് സക്സസ്ഫുൾ ആവൂലെന്നല്ല പറയുന്നത്. പക്ഷെ ഇതില് വരുന്ന ഒരു അഡ്രസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. നമ്മള് വാഴ 1ല് വാഴ 2ല് കണ്ടെന്ന് പറഞ്ഞ ഒരു ഫുള്ളി എന്റർടൈൻമെന്റ് സാധനമാണ്. എപ്പോഴും ചിരി ലാസ്റ്റ് കൊണ്ടുവന്ന് നമ്മൾ കാര്യം. ഇതിനകത്ത് എങ്ങനെ ഈ ചിരി വർക്ക്ഔട്ട് ആവും എന്നുള്ളത് നമ്മൾ കണ്ടറിയാം. സൂപ്പർ ശരണ്യെ പോലും എനിക്ക് അവരുടെ ഗ്യാങ്ങിനകത്തെ കോമഡി എനിക്ക് വന്നിട്ടില്ല, വർക്ക്ഔട്ട് ആയില്ല. ശരിയാണ്, അതൊരു മറ്റേ അങ്ങേരുടെ കോളേജിലുള്ള അങ്ങേരുടെ കോമഡിയാണ് എനിക്ക് മറ്റേ ശരണ്യെ പ്രണയിക്കാൻ. അതാ പറഞ്ഞത്. ഇപ്പൊ അവർക്കിടയിലുള്ള കോമഡി എത്രത്തോളം വർക്ക്ഔട്ട് ആവും എന്നുള്ള ഒരു ഡൗട്ടുണ്ട്. അല്ലാതെ കണ്ടു നോക്കാം എങ്ങനെ ആവുമെന്ന് അറിയാമല്ലോ. അത്രേ ഉള്ളൂ. അപ്പം വാഴ 3 പിന്നെ ഹാഷിർ നമ്മളിപ്പോ വാഴ 1 വാഴ 2ന്റെ ഏറ്റവും അവസാനം കൊണ്ട് കണക്ട് ചെയ്ത പോലെ ചിലപ്പം വാഴ 3യിലുള്ള ലേഡി ക്യാരക്ടേഴ്സിനെ കെട്ടാ വരുന്നത് ഹാഷിർ ടീം ആവാൻ സാധ്യത ഉണ്ട്. അതൊക്കെ ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. കഥകൾ തമ്മിലുള്ള ഒരു കണക്ഷൻ കൊണ്ടുവരുന്നത് ഒരു സെറ്റപ്പാണ്. ഇപ്പം വാഴ 1ലായിരുന്നെങ്കിൽ ലാസ്റ്റ് അവര് പറയണത് കൊണ്ടല്ലേ, നിങ്ങൾ മറ്റേ പുറത്തോട്ട് കയറിപ്പോ ഈ പഴം തൊലിച്ചിട്ട് അതിന്റെ പൈസ കൊടുക്കാൻ ഇല്ലാത്തവനാണ് ഇനി ലണ്ടനിലോട്ടൊക്കെ പോണ ആ രീതിയിൽ. പക്ഷെ അവര് വെളിയിലോട്ട് പോയി, അത് അങ്ങനെ കഥ ഇതായി. ഇനി അടുത്ത ഗേൾസിന്റെ വരുമ്പോ ഇവര് കെട്ടണത് അങ്ങനെയൊക്കെ കഥ സ്റ്റോറി ബിൽഡ് ചെയ്തെടുത്ത ഈ നമ്മളെ പോലെ തന്നെ ചിലപ്പോ അതിനെക്കാട്ടി കൂടുതൽ സ്ട്രഗിൾ ഗേൾസ് അനുഭവിക്കുന്നുണ്ടോ. ഒരുപാട് നല്ല സ്ട്രഗിൾ ഉണ്ട് തീർച്ചയായിട്ടും. ഈ തുടർന്ന് പഠിക്കാൻ തന്നെ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്, ഫാമിലിക്കാരുടെ ഫോഴ്സ് ചെയ്യുന്നവരുണ്ട്. തന്നെ നമ്മൾ അതിനകത്തും ചെറിയൊരു കാര്യം കാണിച്ചു പോയിട്ടുണ്ട്. ചെറിയ സ്കൂളില് മറ്റേ ഹാഷിറിന്റെ മറ്റേ അലൻ സിയർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അവന്റെ അനിയത്തി വരുമ്പോഴത്തേക്കും മറ്റേ മാനസികമായിട്ട് പ്രശ്നം വരുമ്പോ ഈ ആത്മഹത്യക്ക് ശ്രമിക്കാൻ നോക്കണ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ഫ്രണ്ട്സിന്റെ സ്ട്രഗിൾ ചെയ്യുന്നവരാണ് ഇഷ്ടം പോലെ. ഈ വാഴ 2ലാണെങ്കിൽ ഈ സഹോദരൻ സഹോദരി അല്ലെങ്കിൽ 2 സഹോദരന്മാര് തമ്മിലുള്ള ഒരു ഇത് റിലേഷനാണ് അവിടെ എപ്പോഴും പറയണത്. അപ്പം വാഴ 3ലോട്ട് വരുമ്പോ എങ്ങനെയാണ് ഗേൾസിന്റെ ഒരു വാഴ 1ല് പാരന്റ്സ് ആയിട്ടുള്ള കണക്ഷനാണ്. വാഴ 2ല് ഇത് സിബ്ലിങ്സ് ആയിട്ട് ഇതില് വരുമ്പോഴത്തേക്കും വേറൊരു സെറ്റപ്പ് ആയിരിക്കും. ചിലപ്പം
ഇപ്പൊ ഒരു പ്രണയം ഒരാൾ വന്ന് ഒരു ഗേളിന്റെ കൂടെ പറഞ്ഞിട്ട് പോയി, അപ്പൊ അവര് കൊണ്ടാവുന്ന ഫീലിങ്സ് എന്താണ്, അവര് വീട്ടുകാരുടെ ഇടയിൽ അനുഭവിക്കുന്ന പ്രഷറുകൾ എന്തായിരിക്കും, അപ്പൊ അതൊക്കെ കാണിക്കുക. പല ഗേൾസിന്റെ എല്ലാരും അഡ്രസ് ചെയ്ത് പറയാമല്ലോ. 4 പേരെ കഥയില് കാണിച്ചു പോണത്. അപ്പൊ ലാസ്റ്റ് ഇത് കാണിക്കുമ്പോഴത്തേക്ക് നമ്മള് അവർക്ക് ചിലപ്പോ നല്ല റിലേറ്റ്, നമുക്ക് റിലേറ്റ് ആയില്ലെങ്കിൽ അവിടെ വാഴ ഗേൾസ് റിലേറ്റ് ആയല്ലോ. അപ്പൊ പിന്നെ ഇപ്പം ഇവര് UK പോയില്ലേ, UK പോയി അവിടെ കടന്ന് പെടുന്ന അതുപോലെ ഗേൾസ് ആയിട്ട് പോയവരും അതേ സ്ട്രഗിളിങ്ങാണ് അനുഭവിക്കുന്നത്. സീരിയസ് ആയിട്ട്. അപ്പൊ പക്ഷെ നമ്മൾ ഇപ്പൊ നമ്മളെ ഫ്രണ്ട്സ് തന്നെ പുറമെ പോകുമ്പോ അവരവിടെ ചെന്നിട്ട് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടും. അപ്പൊ നമ്മൾ ഇവിടെ നിന്നിട്ട് പറയണത് ഓ എന്റെ ലൈഫാണ് അവര്. അപ്പൊ നമ്മൾ ഇതൊക്കെ കാണുമ്പോഴാണ് അവിടുത്തെ ഒരു സ്ട്രഗിളിങ് പീരീഡ്. ഒരു ബണ്ണൊക്കെ കഴിച്ചിട്ടാണ് അവരുടെ വീട്ടിലൊക്കെ പറയണതേ അത് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്നുള്ളത്. വീട്ടിൽ പൈസ ചോദിക്കാനും പറ്റില്ല, ലോണൊക്കെ എടുത്ത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പം പിന്നെ എനിക്ക് വാഴ 2 ഏറ്റവും നമ്മളെ കാട്ടാക്കട ടീംസിനെ കൂടെ അത് പറയാതിരിക്കുന്നു. കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്ത കേട്ടോ ആ സമയത്ത് ഇല്ല. സദ്യ അവിടെ പ്രശ്നം ഉണ്ടായല്ലോ, ഹാഷറിനെ എടുത്തിട്ട് അടിക്കണത്. ആ ടൈമില് കാട്ടാക്കട വന്നിട്ട് നിങ്ങള് മറ്റേ അല്ലേ പറയുന്ന വന്നിട്ട് നിങ്ങൾ അവിടെ അങ്ങനെ ഒരു രീതിയിൽ വന്നിരുന്നെങ്കിൽ ഒരു ക്യാമറ ഒന്ന് കത്തി തന്നെ പടം ചിലപ്പോ ഇനി വരാം. അല്ല നമ്മള് കണ്ട റീലിലും പയ്യന്മാരാണല്ലോ. ഇനിയിപ്പോ വാഴ ആ ബില്യൺ ഗേൾസിന്റെ വല്ല പ്രശ്നത്തിലും പുള്ളി വന്ന് മുണ്ട കൊടുത്തു വന്ന് എന്തായാലും കാണാം. വാഴ 1ഉം വാഴ 2ഉം പോലെ തന്നെ വാഴ 3യും സക്സസ്ഫുൾ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവിധ ആശംസകളും വിപിൻ ദാസ് ആൻഡ് ടീമിന്. അപ്പൊ നമ്മൾ എന്തായാലും പുതിയ സിനിമാറ്റിക് വിശേഷങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പുതിയ സിനിമാറ്റിക് വിശേഷങ്ങളുമായി കഫ്ലിക്സ് ഉള്ളവർ. അൻറ്റിൽ ദെൻ ലൈൻ കട്ട്.